ആത്മാന്വേഷികളും ദിവ്യാനുരാഗികളുമായ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ മസ്നവിയുടെ 3-ാമത്തെ ഈരടിയെ കേൾക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഈരടികളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഒരു പുല്ലാങ്കുഴലിന്റെ വിലപനം, പുല്ലാങ്കുഴൽ അതിന്റെ ഉറവിടത്തിൽ നിന്ന് വേർപെട്ടതിന്റെ വേദന പങ്കുവെക്കുകയാണ്. ആ വേദന യഥാർത്ഥത്തിൽ ആ പുല്ലാങ്കുഴലിന് അത് ഏറ്റവും ഹൃദയം നുറുങ്ങി വേദനിക്കുന്ന ഒരു ഹൃദയത്തിൽ നിന്ന് വേണം അത് പങ്കുവെക്കാൻ. ആ പുല്ലാങ്കുഴൽ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഹൃദയം നുറുങ്ങി വിലപനത്തിന്റെ, വിരഹത്തിന്റെ വിലപനത്താൽ അലയുന്ന ഒരു നെഞ്ചകം തരൂ, അവിടെ ഇരുന്ന് ഞാൻ പാടട്ടെ എൻ്റെ വേദനയുടെ, എൻ്റെ വിരഹത്തിന്റെ, എൻ്റെ വിരഹഗീതികൾ ഞാൻ ആലപിക്കട്ടെ എന്ന് പറയാണ്. അതിന്റെ തുടർച്ച തന്നെയാണ് 3-ാമത്തെ ഈരടി. ആ 3-ാമത്തെ ഈരടിയിൽ ആ പുല്ലാങ്കുഴൽ പറയുകയാണ്. അതിന്റെ ഫാരസി പേർഷ്യൻ വരികൾ ഇങ്ങനെയാണ്: മൻ ബെഹർ ജംഇയത്തി നാലാൻ ശുദം, ജുഫ്തെ ബദ്ഹാലാൻ ഖുശ് ഹാലാൻ ശുദം, ഹർ കസി അസ് സൻ ഖൂദ് ശുദ് യാർമൻ, അസ് ദറൂനെ മൻ നജുസ്തെ അസ്റാർമൻ എന്നാണ് പറയുന്നത്. ആ പുല്ലാങ്കുഴൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പുല്ലാങ്കുഴൽ എന്നത് ഇവിടെ കവി തന്നെയാണ്. മൗലാന റൂം ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന ആ ഹൃദയത്തിന്റെ ആ അനുരാഗ നോവ്, ആ ഹൃദയ വേവുകളാണ് പുല്ലാങ്കുഴലിന്റെ ഗദ്ഗതങ്ങളായി ഇവിടെ, ആത്മഗതമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ കവിയാണ്, അത് നാം ഓരോരുത്തരുമാണ്. ഓരോ ദിവ്യാനുരാഗിയും, ഓരോ ആത്മാന്വേഷിയായ അനുരാഗിയും ഈ പുല്ലാങ്കുഴലാണ്. ആ പുല്ലാങ്കുഴൽ പാടുകയാണ്. ഇത് നമ്മുടെ എല്ലാം അനുഭവമാണ് ഇത് പറയാൻ പോകുന്നത്. ഈ പുല്ലാങ്കുഴൽ പറയാണ്, മൻ ബെഹർ ജംഇയത്തി നാലാൻ ശുദം, ഞാൻ പല സദസ്സുകളിൽ എൻ്റെ വേവുകൾ, എൻ്റെ കഥനങ്ങൾ, എൻ്റെ കഥന ഞാൻ എത്ര പങ്കുവെച്ചു, എത്ര പേരോട് ഞാനത് ഹൃദയവിനിമയം, ആരോടൊക്കെയാണ് അത് പറഞ്ഞത്. ജുഫ്തെ, ഞാനിങ്ങനെ കൂടിച്ചേരുന്ന ജുഫ്തെ ബദ്ഹാലാൻ, അസ്വസ്ഥരായ ആളുകളോട്, വേദനിക്കുന്ന ആളുകളോട്, സങ്കടത്തിൽപ്പെട്ട മനുഷ്യരോട്, നല്ലതല്ലാതെ ജീവിക്കുന്ന ആളുകളോട് ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞു. ബദ്ഹാലാൻ ഇതിലുള്ളൊരു പ്രയോഗമാണ് ബദ്ഹാലാൻ. സ്വസ്ഥയിലല്ലാതെ ജീവിക്കുന്നവർ എന്ന് നമുക്ക് പറയാം. ഖുശ് ഹാലാൻ ശുദം, സന്തോഷത്തിൽ ജീവിക്കുന്നവർ, സ്വസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരോട്, ആനന്ദത്തിൽ നിർവൃതരായ മനുഷ്യരോട്, ഇവരോടെല്ലാം ഞാൻ എൻ്റെ വേദന, എൻ്റെ ഹൃദയ വേവുകൾ ഞാൻ പങ്കുവെച്ചു. പല സദസ്സുകളിൽ, കൂട്ടങ്ങളിൽ, ജംഇയ്യത്ത്, ജമാഅത്ത്, പല കൂട്ടങ്ങളിൽ ഞാൻ നല്ലതും ചീത്തയുമായ, അങ്ങനെ നന്മയും തിന്മയുമായി ജീവിക്കുന്ന ആളുകളുടെ കൂട്ടങ്ങളിലെല്ലാം ഞാൻ എൻ്റെ ഹൃദയ വേവുകൾ പറഞ്ഞു. ആ പുല്ലാങ്കുഴൽ അത്തരം സദസ്സുകളിലെല്ലാം അത് അതിൻ്റെ വേവുകൾ, ഹൃദയ നോവുകൾ ആലപിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ്? ഹർ കസി അസ് സൻ ഖുദ് ശുദ് യാർമൻ. പക്ഷേ ഓരോരുത്തരും എന്താ ചെയ്തത്? അവരുടെ സന്ന് എന്ന് അറബിയിൽ പറയും, അവരുടെ വിഭാവനകൾക്കനുസരിച്ച് അവരത് അതിനർത്ഥം മനസ്സിലാക്കി. ഓരോരുത്തരും അവരവരുടെ വിഭാവനയിൽ നിന്നാണ് അവർ ഞാൻ എന്താണ് പാടുന്നത് എന്ന് മനസ്സിലാക്കിയത്. അവരൊന്നും എൻ്റെ പൊരുളിനെ അറിഞ്ഞില്ല. അസ് ദറൂനെ മൻ നജുസ്തെ അസ്റാർമൻ, എൻ്റെ അസ്റാറുകൾ, എൻ്റെ ആഴങ്ങളിലെ രഹസ്യതകളിലേക്ക് അവരാരും അന്വേഷിച്ചെത്തിയില്ല. അവരെല്ലാം അവരവരുടെ വിഭാവനകൾ തൃപ്തരായി ജീവിക്കുകയും അവരവരുടെ വിഭാവനകളിൽ കഴിഞ്ഞുകൂടുകയും ചെയ്തു. എന്നാൽ എൻ്റെ ആഴങ്ങളിലെ പൊരുളുകൾ ആരും മനസ്സിലാക്കിയില്ല. ആളുകളൊന്നും അത് തിരിച്ചറിഞ്ഞില്ല. ഈ ആളുകൾ, ഈ കൂട്ടത്തിലുള്ള ആളുകൾ, സ്വസ്ഥിയുടെ ആളുകളോ അശാന്തിയുടെ ആളുകളും ഒന്നും, അവിടെയെല്ലാം ഞാൻ എത്രയെത്ര ആലപിച്ചു, എത്രയെത്ര ഞാൻ ശ്രുതി മീട്ടി, എൻ്റെ രാഗനിർജ്ജരി എത്രമാത്രം അവരിലൂടെ ഒഴുകി ചെന്നു. എന്നിട്ടൊന്നും
അവരാരും എൻ്റെ അന്തരാത്മാവിൻ്റെ ആഴങ്ങളിലെ നിഗൂഢ രഹസ്യങ്ങളിലേക്ക് അവർക്കൊന്നും വന്നെത്താൻ പറ്റിയില്ല. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഭാഷാർത്ഥം. അതിനെ നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ മാറ്റിയിരിക്കുന്നു: ആനന്ദനൃത്തം ചവിട്ടുന്നവർക്കൊപ്പവും സങ്കടക്കടലിൽ മുങ്ങുന്നവർക്കരികിലും ഞാൻ എത്ര എൻ്റെ ഹൃദയവേവുകൾ പങ്കുവച്ചു. ആനന്ദനൃത്തം ചവിട്ടുന്നവർക്കൊപ്പവും സങ്കടക്കടലിൽ മുങ്ങുന്നവർക്കരികിലും എത്ര ഞാൻ എൻ്റെ ഹൃദയവേവ് വച്ചു. എന്നന്തരാത്മാവിൻ രഹസ്യതകൾ തിരയാതെ അവരവരുടെ വിഭാവനകളിൽ തൃപ്തരായി സകലരും. എല്ലാവരും അവരവരുടെ വിഭാവനകളിൽ തൃപ്തരാവുകയായിരുന്നു. ആരും എൻ്റെ അന്തരാത്മാവിൻ്റെ അന്വേഷിക്കുന്ന അന്തരാത്മാവിൻ്റെ രഹസ്യതകളെ, അതിൻ്റെ ആ ശ്രുതിയുടെ, ആ ഗീതികളുടെ, ആ രാഗനിർജ്ജരിയുടെ അകമേ അടങ്ങിയിരിക്കുന്ന പൊരുളിനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വിലാപ കാവ്യമായി, വിലപനത്തിൻ്റെ മഹത് ഗീതമായി ഇതിങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പുല്ലാങ്കുഴൽ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ആരും ചിന്തിച്ചില്ല. അവരെല്ലാം അവരവർക്ക് അതിൽ നിന്ന് വരുന്ന സ്വരങ്ങളിൽ അവരവരുടെ ഭാവനകൾ കലർത്തി അവരതിൽ ഒതുങ്ങിക്കൂടി. ഇതിന്റെ പൊരുളിലേക്ക് ആരും പ്രവേശിച്ചില്ല. അങ്ങനെ പൊരുൾ പ്രവേശിക്കുന്ന, പൊരുളറിയുന്ന ഒരു നെഞ്ചകത്തെയാണ് ഈ പുല്ലാങ്കുഴൽ തേടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു, ഈ പുല്ലാങ്കുഴൽ എന്നത് നാം ഓരോരുത്തരുമാണ്, നാം തന്നെയാണ് ഈ പുല്ലാങ്കുഴൽ. അവിടെ ഈ അനുഭവം നമുക്കെല്ലാം ഉണ്ടായിട്ടുണ്ടാവും. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോകുന്ന, ഉള്ളം നിറഞ്ഞ് പറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട് ഓരോ മനുഷ്യർക്കും. ഇതിന്റെ ചില വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ ആത്മാന്വേഷിയുടെ, ദിവ്യാനുരാഗിയുടെ വഴിത്താരയിൽ ചില നിമിഷങ്ങളിൽ ചില പ്രകാശത്തിന്റെ വാതായനങ്ങൾ തുറന്നു വരുന്ന ഘട്ടങ്ങളുണ്ട്. അങ്ങനെ തുറന്നു വരുന്ന നിമിഷങ്ങളിൽ അതിന്റെ ആനന്ദ ലഹരി അനുഭവിക്കുമ്പോൾ, അതിന്റെ ഒരു എക്സ്റ്റസി, ഒരു ആനന്ദഹർഷം നമ്മൾ അറിയാതെ അനുഭവിക്കുന്ന ചില നിമിഷങ്ങൾ ഈ ആത്മാന്വേഷണത്തിന്റെ വഴിയിലൂടെ കടന്നുപോയ എല്ലാവർക്കും അത്തരം അനുഭവം ഉണ്ടാവും. ഇനിയും അനുഭവത്തിൽ എത്തിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ വഴിയെ സഞ്ചരിക്കുമ്പോൾ ആ അനുഭവം അറിയും. അങ്ങനെ അറിയുന്ന നിമിഷങ്ങളിൽ പറയാതിരിക്കാനാവില്ല. നമുക്ക് എവിടെയാണോ കിട്ടുന്നത്, ആ സദസ്സിൽ ആരെയാണോ കിട്ടുന്നത്, അവിടെ നാം അറിയാതെ ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ, നിർവൃതിയോടെ നമ്മൾ പലതും ഇങ്ങനെ പറഞ്ഞു പോകും. അവിടെ പറഞ്ഞു പോകും. പക്ഷേ കേൾക്കുന്നവരോ ഒന്നും മനസ്സിലാക്കുന്നുണ്ടാവില്ല. അവര് ഈ പറയുന്നവന്റെ ഉന്മാദത്തെ ഇവനൊരു ഭ്രാന്തനാക്കി, ഈ പറയുന്ന ഹൃദയത്തെ ഒരു ഉന്മാദിയുടെ വാക്കുകളായിട്ട് അവരങ്ങ് തള്ളിക്കളയും. ആ സമയത്ത് പലപ്പോഴും നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്, ഇത് കേൾക്കാൻ പറ്റുന്ന ഒരു ഹൃദയം, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ ഹൃദയത്തിൻ്റെ നോവുകൾ അറിയുന്ന, എൻ്റെ ഹൃദയവേവുകൾ കേൾക്കാൻ ശേഷിയുള്ള, അതിന് പ്രതിവചനം പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു ഹൃദയം എവിടെയാണെന്ന് തേടി നമ്മളെല്ലാം അങ്ങനെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടാകണം. ഈ വഴിയെ ഉള്ളവർക്കെല്ലാം ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവണം. എൻ്റെ സതീർത്ഥ്യരായ എല്ലാവർക്കും അങ്ങനെ അനുഭവം ഉണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കെല്ലാം അനുഭവമുണ്ട്. ഒരു ഘട്ടത്തിൽ ഇങ്ങനെ അന്വേഷിച്ചലയുകയാണ്. മൂസാ നബിയെ പെട്ടിയിലാക്കി ആസിയ ആ നൈൽ നദിയുടെ ആ പ്രവഹിക്കുന്ന ജലപ്രവാഹത്തിലേക്ക് ഒഴുക്കി വിടുന്നത് പോലെ ഒരനുഭവം. ഇങ്ങനെ അലഞ്ഞ് എവിടെയാണ്, ആരാണ് ഈ പെട്ടി പിടിക്കുക? അറിയില്ല. ആസിയ അല്ല, മാതാവ്, മൂസാ നബിയുടെ മാതാവ് ഇങ്ങനെ ഒഴുക്കി വിട്ടതുപോലെ നമുക്കെല്ലാം അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. അങ്ങനെ ഒഴുകിപ്പോയി ഏതോ ഒരു തീരങ്ങളിൽ ആസിയ നമ്മളെ കാത്തിരിപ്പുണ്ടാവും. ആ കാത്തിരിക്കുന്ന ആസിയയാണ് ഈ ദൈവികതയുടെ കൊട്ടാരത്തിൽ നമ്മെ വളർത്തുന്നത്. അവിടെ വളർത്തി എടുക്കണം ഓരോ അന്വേഷിയെയും. അങ്ങനെ ഒരു ആസിയക്ക് മാത്രമേ ആ കൊട്ടാരത്തിനകത്ത് ഇത്രയും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ, പൂർണ്ണമായ ശക്തിയിൽ രാജാവിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നമ്മുടെ ആന്തരികമായ അന്വേഷിയെ വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. അത് ഒഴുകിക്കൊണ്ടേയിരിക്കും, അത് തേടിക്കൊണ്ടേയിരിക്കും. നമ്മളെല്ലാം അങ്ങനെ തേടിയതാണ്,
അന്വേഷിച്ചതാണ്. നമ്മുടെ എല്ലാം വാക്കുകളെ ഉള്ളറകളിൽ നിന്ന് വരുന്ന അന്വേഷിയുടെ ആ പുല്ലാങ്കുഴലായിരിക്കുന്ന നമ്മിലൂടെ അവൻ മീട്ടിയ രാഗനിർജ്ജരി, അവൻ ശ്രുതി മീട്ടിയ ഓരോ സ്വരങ്ങളും അതിങ്ങനെ പാടിപ്പാടി നടന്നിട്ടുണ്ട് അതിന്റെ യഥാർത്ഥമായ ശ്രോതാവിനെ തേടി. എന്നിട്ട് അത് ഇപ്പോഴും തേടിക്കൊണ്ടേയിരിക്കുകയാണ്, നമ്മുടെ അകമയെ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, മനസ്സിലാക്കുന്ന ഒരാളെ തേടി. അത് വന്നെത്തുക തന്നെ ചെയ്യും. ആ അന്വേഷണത്തിന്റെ ഘട്ടത്തെയാണ് ഇവിടെ പറയുന്നത്. അത് എത്ര മനോഹരമായാണ് മൗലാന അവിടെ വിശദീകരിച്ചു തരുന്നത്. ഇവിടെ കുറച്ച് വാക്കുകൾ ഈ കാവ്യശകലത്തിൽ, ഈ ഈരടിയിലുള്ള ചില വാക്കുകൾ നമുക്ക് അതിന്റെ പൊരുളിലേക്ക് കൂടി പ്രവേശിച്ചിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ജംഇയ്യത്ത്, കൂട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ കൂട്ടങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇതിൽ നിന്നുള്ള മറ്റൊരു ഭാഗമാണ്, ഏത് കൂട്ടവും അതിന്റെ പൊരുളിലേക്ക് നമ്മെ കടത്തില്ല. നമ്മളെ അവരവരുടെ വിഭാവനകളിലൂടെ കണ്ടെത്തുക തന്നെയാണ് ചെയ്യുക. അവരവരുടെ ഭാവനകൾ നെയ്തെടുത്ത് അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നു പോകുന്നതായിരിക്കും. എല്ലാ കാലത്തും ഓരോ കൂട്ടങ്ങൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ആൾക്കൂട്ടത്തെ ആത്മാന്വേഷികൾ എപ്പോഴും അകറ്റി നിർത്തുന്നത്. ആൾക്കൂട്ടത്തിന്റെ വഴിത്താരയിൽ നിന്ന് ആത്മനിഷ്ഠമായ അനുഭവിക്കുന്നവന്റെ വ്യക്തിഗതമായ വഴിയിലൂടെയാണ് അന്വേഷികൾ എല്ലാ കാലത്തും നടന്നു ചെല്ലുക. അതാണ് അന്വേഷികളുടെ വഴി. അങ്ങനെ ഒരു ഹൃത്തടം, അങ്ങനെ ഒരു നെഞ്ചകത്തിൽ മാത്രമേ ഈ ഗാനസുധ, ഈ രാഗസുധ ആലപിച്ചാൽ അതിന് ഫലം ഉണ്ടാവും. ഒരു കൂട്ടത്തിലും അത് ഫലം ഉണ്ടാവില്ല. ഒരു സംഘടനയോ ഒരു ഗ്രൂപ്പോ യാതൊരു വിധത്തിലുള്ള ആൾക്കൂട്ടവും നമ്മെ ആ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിനകമേയിരിക്കുന്ന ആന്തരികമായ പൊരുളുകളെ നമുക്ക് സമ്മാനിക്കുന്ന ആ ഹൃദയ വഴി ഒരിക്കലും ഈ കൂട്ടങ്ങൾ നമുക്ക് തുറന്നു തരില്ല എന്നുകൂടി ഇതിന്റെ പൊരുളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, 2 വിഭാഗം ആളുകളാണ്. ഒന്ന് ബദ് ഹലാൻ, 2 ഖുഷ് ഹലാൻ എന്ന് പറയുന്നത്. ഈ 2 വിഭാഗം ആളുകളും ഉണ്ട്. അത് ഒന്ന് ഭൗതികതയിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. മറ്റൊന്ന് ദൈവികതയിൽ ഇടവഴിയെ സഞ്ചരിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഒന്ന് തിന്മയുടെ വക്താക്കളാണ്, ഒന്ന് നന്മയുടെ വക്താക്കളാണ്. ഒന്ന് പോസിറ്റീവാണ്, ഒന്ന് നെഗറ്റീവാണ്. ഇങ്ങനെ 2 തരത്തിലുള്ള ആളുകളെ എല്ലാ സമൂഹത്തിലും, എല്ലാ കാലഘട്ടത്തിലും, എല്ലാ വിഷയത്തിലും നമുക്ക് കാണാവുന്നതാണ്. ഈ 2 വിഭാഗത്തിലും നമ്മൾ ആ കൂട്ടത്തിലേക്ക് ഇറങ്ങി നമ്മളെ പകരാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിരാശ തന്നെയാകും ഫലം. അവിടെ ഒന്നും നമുക്ക് നമ്മളെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ പുല്ലാങ്കുഴലിന്റെ ഗീതികൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന കൂട്ടങ്ങളില്ല. അത് അത്രയും നോവുന്ന, പിടയുന്ന നെഞ്ചകം തന്നെ അതിന് ശാന്തി പകരുകയുള്ളൂ എന്ന് ഈ 2ാമത്തെ ഈരടിയിൽ നിന്ന് 3ാമത്തെ ഈരടിയിൽ എത്തുമ്പോൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. 3ാമത്തെ പറയുന്ന മറ്റൊരു വാക്ക് ഇതിൽ സന്ന് എന്ന് പറയുന്ന വാക്കാണ്. ഫാർസിയിൽ സന്ന് എന്ന് പറയും, അറബിയിൽ ലൊന്ന് എന്ന് പറയുന്ന ഒരു വാക്ക്. അത് വിഭാവനകളാണ്. വൈജ്ഞാനിക അന്വേഷണത്തിന്റെ ഘട്ടത്തില് അനുരാഗിയുടെ ആത്മാന്വേഷണ വഴിയിലുള്ള വളരെ വലിയൊരു സംഗതിയാണ് ലൊന്ന് എന്ന് പറയുന്ന ഈ സന്ന്. ഇത് ഭാവനകൾ നെയ്തെടുത്ത ഭാവനകളുടെ വഴിയാണ് ഓരോ സമൂഹവും ഓരോ കൂട്ടങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭാവനക്കപ്പുറത്തെ ആത്മാനുഭവത്തെയാണ് ഒരു സൂഫി എപ്പോഴും അനുഭവിക്കുന്നത്. സൂഫിയുടെ അനുഭവം ഒരു ഭാവനയല്ല, അത് അവന്റെ ആത്മനിഷ്ഠമായി അവന്റെ അകമേ എരിയുന്ന പൊരുളാണത്. ആ എരിയുന്ന പൊരുളാണ് അവനെ അറിയാതെ അവനെ കൊണ്ടുപോകുന്നത്. ഒരു അനുരാഗിയെ അവന്റെ പ്രണയഭാജനത്തിലേക്ക് അതിശക്തമായ രീതിയിൽ വലിച്ചു കൊണ്ടുപോകുന്ന, അതിങ്ങനെ ഒരു തരം വലിക്കലാണ്, ഒരു ലോങ്ങിങ് ആണ്. അതിനെയാണ് സൂഫികൾ അത്തരം വലിഞ്ഞ് അങ്ങ് ആകർഷിക്കപ്പെട്ടു പോകുന്ന ആളുകളെയാണ് മജ്നൂൻ എന്നൊക്കെ പറയുന്നത്. അതാണ് യഥാർത്ഥ മജ്നൂൻ, യഥാർത്ഥ മജ്ദൂബ്. അങ്ങനെ ആകർഷിക്കപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ആകർഷിക്കപ്പെട്ടു പോകുന്ന എന്തോ ഒരു ഉള്ളിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുരാഗത്തിന്റെ ഒരു ശക്തിയുണ്ട്. അനുരാഗത്തിന്റെ ഒരു സ്വർണ്ണനൂൽ പിടിമുറുക്കിയിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവമുണ്ട്. ആ അനുഭവം അതൊരു
അനുഭവമാണ്, അതൊരു ഭാവനയല്ല. ഈ ഭാവനയ്ക്കപ്പുറത്തെ ആത്മാനുഭവത്തെ അനുഭവിക്കുന്നവനാണ് സൂഫി. ആ സൂഫിയുടെ ആത്മാനുഭവത്തെ ഭാവനയിലിരിക്കുന്ന ഒരു കൂട്ടത്തിനും ഉൾക്കൊള്ളാൻ കഴിയില്ല. എല്ലാ കൂട്ടങ്ങളും അവരവരുടെ വിഭാവനകൾ സൃഷ്ടിച്ചുകൊണ്ട് കാര്യങ്ങളുടെ കൺക്ലൂഷനിലെത്തുകയാണ്, നിഗമനങ്ങളിലെത്തുകയാണ്. എന്നാൽ ഒരു ആത്മനിഷ്ഠമായി അനുഭവിക്കുന്ന ഒരു അനുരാഗിയുടെ അനുഭവം, അതേ അനുഭവമുള്ള, നേരത്തെ പറഞ്ഞ, ഇന്നലെ പറഞ്ഞ അതേ അനുഭവമുള്ള സീനയെ, ഒരു നെഞ്ചകത്തിന്, ഫിറാഖ്, ആ വിരഹത്തിൽ നിന്ന് ആ ആ ഈ ഖണ്ഡം ഖണ്ഡമായി മുറിച്ച, ഇങ്ങനെ ശിഥിലമാക്കപ്പെട്ട ഹൃദയം, ഇങ്ങനെ നുറുങ്ങിപ്പോയ, അതാണ് അതിന്റെ കറക്റ്റ് വാക്ക്, ഹൃദയം ഇങ്ങനെ നുറുങ്ങിപ്പോയ ഒരു നെഞ്ചകത്തിന് മാത്രമേ ഈ അനുഭവത്തെ മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് മൗലാന വളരെ വ്യക്തമായി പറഞ്ഞത്. ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു അനുഭവം നമ്മളും അത് പങ്കുവെച്ചിട്ടുണ്ട്. നമ്മളും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്, ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്, ഭ്രാന്തനായി മുദ്രകുത്തപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം അനുഭവിച്ചവരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുമായ അനുരാഗികളുടെ, ആത്മാന്വേഷികളുടെ വഴിത്താരയിൽ മാത്രമേ ഈ വാക്കുകളുടെ, ഈ അക്ഷരങ്ങളുടെ, ഈ കാവ്യ നിധിയുടെ, ഈ മുത്തുപോൽ കോർക്കപ്പെട്ട ഈ മസനവിയിലെ ഓരോ അക്ഷരത്തിന്റെയും അകമേയിരിക്കുന്ന പൊരുളുകൾ ഹൃദയം കൊണ്ട് നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ. ആ അനുഭവത്തിലാണ് മൗലാന അത് വളരെ വ്യക്തമായി പറഞ്ഞത്. ഈ വിഭാവനയിലിരിക്കുന്ന ഒരു സമൂഹത്തിനും, ഒരു ജംഇയ്യത്തിനും, അത് ബദ്ഹാലാനാവട്ടെ ഖുഷ് ഹാലാനാവട്ടെ, അത് നന്മയുടെ ആളുകളാകട്ടെ തിന്മയുടെ ആളുകളാകട്ടെ, ഒരു സദസ്സിനും ഒരു കൂട്ടത്തിനും നമ്മുടെ ഹൃദയാവസ്ഥയെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ ഹൃദയാവസ്ഥയെല്ലാം അവരവരുടെ ഭാവനക്കനുസരിച്ച് തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അറിയാനാകുന്നത് അങ്ങനെ നുറുങ്ങിപ്പോയ, പ്രണയ വിരഹത്തിന്റെ നോവിനാൽ നുറുങ്ങി ആ നോവ് പകരാനാകാതെ അതൊരു ഒരു നെരിപ്പോടായി ഉള്ളിലെരിയുന്ന ഒരു ഹൃദയത്തിന് മാത്രമേ എൻ്റെ ഈ വിരഹഗീതികളെ, ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന ആത്മാന്വേഷിയുടെ ഈ ഗീതികളെ ഇങ്ങനെ പങ്കുവെക്കാനോ അത് ഉൾക്കൊള്ളാനോ അത് സ്വീകരിക്കാനോ അത് ഹൃദയപൂർവ്വം ആശ്ലേഷിക്കാനോ കഴിയുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി ഇവിടെ മൗലാന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ളത് എന്താണ്? ആ അകമേയിരിക്കുന്ന അസ്രാറുകളാണ്, ആ രഹസ്യങ്ങളാണ്. ദറൂനെ അസ്രാർ, ആ അന്തരാത്മാവിലിരിക്കുന്ന രഹസ്യതകള്. അത് അവരന്വേഷിക്കുന്നില്ല. നജുസ്തയാണ് അങ്ങനെ പറയുന്നത്. അവരന്വേഷിക്കുന്നില്ല. ആ ആൾക്കൂട്ടം ഒരിക്കലും അന്വേഷിക്കില്ല. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉറവയെടുത്ത ആ ആത്മാന്വേഷിക്ക് അത്തരത്തിലുള്ള നെഞ്ചകത്തിൽ മാത്രമേ ആ അകമയുള്ള അസ്രാറുകളെ, നമ്മുടെ അകമേയിരിക്കുന്ന ആ പുല്ലാങ്കുഴലിന്റെ ഓരോ സ്വരധാരയിലും അകമേയിരിക്കുന്ന ആ വിരഹത്തിന്റെ, വിലപനത്തിന്റെ, ആ ഹൃദ്യമായ ആ അനുരാഗത്തിന്റെ നോവ് അവർക്ക് മാത്രമേ അവിടെ മനസ്സിലാവുകയുള്ളൂ. അത് മനസ്സിലാകുന്ന ഒരു നെഞ്ചകത്തിന് മാത്രമേ അതറിയാനാവൂ. ഇത്രയേ. ഇത് ഇനിയും നീട്ടുന്നില്ല. ഇത് ഒരുപാട് പറയാനുള്ളതാണ്. അടുത്ത വരികളിൽ ബാക്കി പറയാം. എല്ലാവരോടും സ്നേഹം.